ഇന്ധന പ്രതിസന്ധിക്കിടെ ആശ്വാസമായ 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഇന്ന് ഹോർമൂസ് കടലിടുക്ക് കടക്കും. അസംസ്കൃത എണ്ണയാണ് കപ്പലുകളിലുള്ളത്. കപ്പലുകൾക്ക് നാവികസേന സുരക്ഷയൊരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ, കൂടുതൽ കപ്പലുകൾ എത്തുന്നു, രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിക്ക് വീണ്ടും അയവ് വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മാധു, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2 കപ്പലുകൾ കൂടി ഇപ്പോൾ ഹോർമൂസ് കടലിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 കപ്പലുകളായിരുന്നു ഇന്ന് കടക്കാനായിട്ട് നിശ്ചയിച്ചത്. 2 കപ്പലുകൾക്കാണ് നിലവിൽ അനുമതി ലഭിച്ചിരിക്കുന്നത്. 5 കപ്പലുകളിൽ 1.75 ലക്ഷം മെട്രിക് ടൺ LPG ഉണ്ടായിരുന്നതായിട്ടും ഈ 5 കപ്പലുകൾ ഒരുമിച്ച് ഇന്ന് ഹോർമൂസ് കടലിലേക്ക് കടന്ന് ഇന്ത്യൻ തീരത്തേക്ക് എത്തുവാനുമായിരുന്നു തീരുമാനമെടുത്തത്. ഇപ്പോൾ 2 കപ്പലുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്ന 2 കപ്പലുകൾ ഹോർമൂസ് കടലിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരമാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം വൃത്തങ്ങൾ അറിയിച്ചത്. ഔദ്യോഗികമായി അതിന്റെ അറിയിപ്പ് അടുത്ത മണിക്കൂറിൽ തന്നെ ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കുകയും ചെയ്യും. ഏതാണ്ട് 24 കപ്പലുകളായിരുന്നു ഹോർമൂസ് കടലിലേക്ക് കടക്കാനുള്ളത്. ഇന്ത്യൻ പതാക ഏന്തിയ കപ്പലുകൾ കടക്കുവാൻ വേണ്ടി അനുമതി നൽകിയതിന് പിന്നാലെ 4 കപ്പലുകൾ കടന്നു. ഇപ്പോൾ 2 കപ്പലുകൾ കടക്കുന്നതോടുകൂടി ഇനി 18 കപ്പലുകളാണ് അവശേഷിക്കുന്നത്. ഈ കപ്പലുകൾക്കെല്ലാം അകമ്പടിയായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ ഉണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്ന പേരിൽ പ്രത്യേക ഒരു ദൌത്യം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 5 പടക്കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിട്ട് ഈ ഹോർമൂസ് കടലിടുക്ക് കടന്നു വരുന്ന കപ്പലുകൾക്കുള്ളത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് കടന്ന് കൂടുതൽ കപ്പലുകൾ എത്തുന്നതോടുകൂടി ഒരാഴ്ചയ്ക്കകം ഇന്ധന പ്രതിസന്ധിക്ക് പൂർണ്ണമായ പരിഹാരമുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. LPG പ്രതിസന്ധി അടക്കം പരിഹരിക്കുവാൻ ഇത്തരത്തിൽ കപ്പലുകൾ കടന്ന് എത്തുകയാണ്. നാവികസേനയുടെ സുരക്ഷാ അകമ്പടിയോടുകൂടിയാണ് കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് പുറപ്പെടുന്നത്.